ഹലോ, അസ്സലാമു അലൈക്കും. കണ്ടില്ലേ ഒരാൾ മാറ്റിയൊരുങ്ങി നിൽക്കുന്നത്? സംഭവം തന്നെ, പുറത്ത് പോവാ. ഇന്ന് കുറച്ച് ബിസി ഡേ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡേ ആണ്. ഉപ്പാക്ക് ഷോപ്പിൽ തിരക്കുണ്ട്. പോരാത്തിന് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു. രാത്രി വേറെ ഔട്ടിങ്ങും. അപ്പം രാവിലെ നേരത്തെ എണീച്ച് എല്ലാ പണികളും കഴിച്ചിട്ട് ഞങ്ങൾ ഉച്ചക്ക് ജുമാടെ മുന്നേ ഇറങ്ങിയിട്ടോ. എന്നിട്ട് ഞങ്ങൾ ബാബിനൊന്ന് സന്ദർശിച്ച് ഉപ്പ നിസ്കാരം കഴിഞ്ഞ് വന്നു. അങ്ങനെ ഞങ്ങൾ ഇതപ്പോൾ ഒരു സിയാറത്ത് പോവാ കേട്ടോ. ഇവിടെ സലാലയിൽ അയ്യൂബ് നബിയുടെ മക്ബറ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോണ വഴിയത്തെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇപ്പൻ്റെ സുഹൃത്തും എൻ്റെ ചങ്കുമായിട്ടുള്ള മിസ്റ്റർ അലിയുടെ വകയായിരുന്നു കേട്ടോ ബിരിയാണി. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ കുടുംബ വില്ലത്തരങ്ങൾ കണ്ടില്ലേ? ഞങ്ങൾ ഉള്ളിൽ കയറി കണ്ടു. പണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ള പൂവിൻ്റെ മരമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ അടയാളം പോലും അവശേഷിക്കണില്ല. അങ്ങനെ ഇവിടെ ആയിട്ടുള്ളത്. ഞങ്ങളതിനുള്ളിൽ കയറി. പിന്നെ എല്ലാവരും ഇങ്ങനെ എത്തി നോക്കണം കണ്ടപ്പോൾ എനിക്കൊരു കൂടി എത്തി നോക്കാൻ നോക്കിയപ്പോൾ ഞാനൊന്നും നേരെ കണ്ടില്ല കേട്ടോ. നബിയുടെ കാൽപാതാണെന്നൊക്കെ പറയണം. പിന്നെ ഞങ്ങൾ നബി കുളിച്ചിട്ട് കുളം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാക്ക് ഭയങ്കര പൂതി. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി തോന്നാം, പക്ഷെ അത്ര ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓരോരുത്തരുടെ വിശ്വാസങ്ങളല്ലേ. 1000 പടികളുണ്ടായിരുന്നു. കണ്ടോ 2 സാധനങ്ങൾ അവിടെ ക്ഷീണിച്ചിരിക്കുന്നത്. വെയ്യാത്ത കാലം വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ ഇറങ്ങി വരിയിരുന്നു കഷ്ടപ്പെട്ടിട്ട്. വേറെ ആരുമില്ല, എൻ്റെ അമ്മ തന്നെ. അപ്പം ഇതാണ് ആ കുളം. കാണേണ്ടതൊക്കെ കണ്ടോളി. പൊതുവെള്ള ചെറിയ കുട്ടികളുടെ വീക്ക്നെസ് അല്ലേ വെള്ളം, അതുപോലെ തന്നെ ഇതിൻ്റെ. പിന്നെ വേറെ നല്ലൊരു കാഴ്ച ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നല്ല കേട്ടോ, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിരുന്നത്. അത് ആ വെള്ളം കൂടി കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? ഒരാൾ കഷ്ടപ്പെട്ട് കയറിയതും പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങളെ തേടി ഇറങ്ങി വരിക. എന്തെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ കാണാത്തോണ്ട് വന്നതാന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓരോ കാഴ്ചകൾ കണ്ടിട്ടും ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടും അങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു കിട്ടോ. 4:30 ആകുമ്പോഴത്തേനും ഇറങ്ങി കേട്ടോ. 5 മണിക്ക് ഞങ്ങൾക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ പോയിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പോവാന്ന് കരുതിയപ്പോഴത്തേനും അറിയാണ്ട് ഉറങ്ങിപ്പോയി. ഇച്ചിരി ലേറ്റായി. അതുകൊണ്ട് 5:30 എന്ന് പറഞ്ഞ ടൈമിംഗ് ഒക്കെ മാറി 7 മണിയായിട്ടോ ഞങ്ങൾ ഔട്ടിങ് രാത്രി പോകുമ്പോഴത്തേനും. പിന്നെ അവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഇതാ വീട്ടിലെത്തി. അപ്പം എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബായ്.